ഓരോ അനക്കവും നമ്മളെ ഓരോ ചിന്താഗതിയും ഒരു നമ്മളെ ടീമിൽപ്പെട്ട ഒരാളോട് എങ്ങനെ നമുക്ക് പെരുമാറണം, അവരോട് എന്തെല്ലാം കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ സാറിന് പഴയ കാലമല്ല, പഴയ കാലത്താണെങ്കിൽ മുമ്പിലൊരു സെയിൽസ് ചെയ്യുന്ന ഒരു സെയിൽസ്മാൻ വരികയാണ്, അവൻ ബിസിനസ് സെയിൽ ചെയ്യുന്നില്ല, ചിലപ്പോൾ അങ്ങനെ ചെയ്യടാ അങ്ങനെ ചെയ്യടാ, എൻ്റെ തലയിൽ എന്താ കളിമണ്ണ, നീ എവിടുന്ന് വന്ന് നിൻ്റെ അങ്ങോട്ട് പറയാം. പക്ഷെ ഇന്നത്തെ സിസ്റ്റമാറ്റിക് ആയ ഇതിൽ അതില്ലല്ലോ. ഇല്ല. നീ എന്താണ് ക്രിയേറ്റ് ചെയ്തത്, നിൻ്റെ KPI എന്താണ്, ഈ പെർഫോമൻസ് ഏരിയ നീ അവിടെ നിന്നില്ല, പെർഫോമൻസ് ചെയ്തിട്ടില്ല, നീ എന്താണ് കമ്പനിക്ക് വേണ്ടി കൊണ്ടുവരുന്നത്, അതുകൊണ്ട് നീ കൊണ്ടുവന്നില്ല. നമ്മളൊരു പേപ്പറിൽ അവനൊരു വാണിംഗ് ലെറ്ററായിട്ട് എഴുതി കൊടുക്കലേ ഉള്ളൂ. ഇവനത് മനസ്സിലാവും, അവൻ വർക്ക് ചെയ്യേണ്ടത് എവിടെയായിരുന്നു എന്നുള്ള കീ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാവും, അവിടെ എന്തൊക്കെയോ അവൻ ചെയ്തിട്ടില്ലെന്ന് അവനെന്നെ മനസ്സിലാവും. തലയിൽ കളിമണ്ണ എന്നുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കണ്ട. സിസ്റ്റം വന്നാലുള്ള ഗുണം അതാണ്. ഇത് 1, 2, 3 പേപ്പർ കയ്യിൽ കിട്ടിയാൽ അവൻ തന്നെ അറിയാം, ഇനി അടുത്ത പേപ്പർ കിട്ടുന്നതോടുകൂടി ഞാൻ ഇവിടുന്ന് വാനിഷാവാൻ പോവാണ്. വളരെ ഈസിയാണ്. അപ്പോൾ പഴയ കാലമല്ല, തെറി വിളിക്കണ്ട, ബഹളമുണ്ടാക്കണ്ട, ഒരു കാംനെസ് ഓഫീസായിരിക്കും. ഒരു ഓഫീസിനകത്ത് പരസ്പരം ഷൗട്ട് ചെയ്യുന്നതോ പരസ്പരം ഈഗോ ക്ലാഷേഴ്സോ ഒന്നും ഒരു സിസ്റ്റമായിട്ടൊരു കമ്പനിക്കകത്ത് ഉണ്ടാവില്ല. ഇതൊക്കെ പണ്ട് നമ്മളോട് പറയുമ്പോൾ ഇതൊക്കെ എങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയാണ്ട് ഇങ്ങനെ ആക്കാൻ പറ്റുക ചിന്തിക്കാറുണ്ടായിരുന്നു. നമ്മളെ സാധാ ചെറിയ ബിസിനസ്മാന്മാർ ചിന്തിക്കും, എൻ്റെ മൈൻഡിലൊരു കസ്റ്റമറോട് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത്, ഇതുപോലെ എങ്ങനെ മറ്റവൻ പെരുമാറും എൻ്റെ ഷോപ്പിൽ. പക്ഷെ അത് സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് അയാളുടെ മൈൻഡിൽ എങ്ങനെയായിരുന്നു എന്ന് കൃത്യമായി എഴുതി കൃത്യമായി മറ്റൊരാളെ കൊണ്ടും ചെയ്യിക്കാൻ പറ്റും. എൻ്റെ ഷോപ്പിനകത്ത് ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അതാണ് നടക്കേണ്ടത്, സെറ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. സെറ്റ് ചെയ്യാതെ പുറത്തിറങ്ങുമ്പോഴാണ് നമ്മുടെ ഇതെന്ത് സാറ് പറഞ്ഞില്ലേ, നമ്മുടേത് എന്തായിരുന്നോ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരുടേതായി മാറും. അതെ, ഇതിന് അവസരം കൊടുക്കരുത്. അതെ, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓഫീസിൻ്റെ ഉള്ളിൽ ഒരു കൾച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം KPIs-ഉം KRAs-ഉം ഒക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അയാളെ ഹാപ്പി ആയിട്ടേ പോകാൻ പാടുള്ളൂ. അയാളെ ഹാപ്പിയൊക്കെ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. പൈസ എന്തെങ്കിലും നമ്മളറിയാതെ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ഹാപ്പിയാവും അല്ലേ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലൊരു പ്രൊഡക്റ്റ് അതിൻ്റെ കൂടെ ഒന്ന് വെച്ച് കൊടുത്താൽ അത് ആരും അറിയുന്നില്ല, കാണുന്നില്ല, ഫ്രീ ആയിട്ട് കൊടുക്കാം. നല്ല രീതിയിലും ചെയ്യാം, മോശം രീതിയിലും അയാളെ ഹാപ്പിയാക്കി വിടാം. പക്ഷേ അതല്ല, നമ്മൾ ആ കൾച്ചർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് റൈറ്റ് വേയിൽ തന്നെ. ഇപ്പോൾ എൻ്റെ ഒരു ഉദാഹരണം പറയാം, പലപ്പോഴും ഇത് തിരിച്ചറിയാതെ പോകുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടിൽ പോയ സമയത്ത് വീട്ടിൽ ബാറ്ററി ഡൗൺ ആയിരുന്നു, ഇൻവേർട്ടർ ബാറ്ററി ഡൗൺ ആയിരുന്നു. അപ്പോൾ അത് ഞാൻ സ്ക്രാപ്പിൽ കൊണ്ടേ കൊടുത്തപ്പം പുള്ളിക്കാരൻ ബാറ്ററി കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിനെസ്. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. ഓണറായിരുന്നു അവിടെ ഉണ്ടായിരുന്നു, ഓണറാണെന്ന് തോന്നുന്നു. അപ്പോൾ ആൾ നല്ല ഹാപ്പിയായി, നല്ല എനിക്ക് പേയ്മെൻ്റൊക്കെ തന്നു. കാരണം 2 ബാറ്ററി തന്നെ അത്യാവശ്യം പേയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ ഞാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പേപ്പേഴ്സ് ആളെ ഒന്ന് കാണുകയും ചെയ്യാമല്ലോ, ഇവിടെയുള്ള പേപ്പേഴ്സൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. പേപ്പേഴ്സും അവിടെയുള്ള പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു, സ്ക്രാപ്പ് കടയിലും ചെന്നു. അപ്പോൾ അയാളുടെ ആ സ്വഭാവത്തിലും അയാളുടെ എന്നോടുള്ള പെരുമാറ്റത്തിലും ഇംപ്രസ്ഡ് ആയിട്ടാണ് ഞാനിത് പിറ്റേ ദിവസം കൊടുക്കില്ല, നമ്മളതിന് നിൽക്കില്ല. അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ കൊടുക്കുക, അല്ലെങ്കിൽ കത്തിച്ച് കളയുക, ഇങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ടല്ലോ. എന്താണെങ്കിലും വേസ്റ്റ് അത് കൊടുക്കുന്നു, അവിടെ അല്ലാതെ അത് പൈസ കിട്ടുന്നു എന്നുള്ള ഒരു ഇതിലല്ല, ആൾക്ക് എന്തെങ്കിലും കിട്ടട്ടെ, എത്ര നല്ലൊരു മനുഷ്യനാണ്. ഞാൻ അയാളൊന്ന് മീറ്റ് ചെയ്യുക, സംസാരിക്കുക എന്നുള്ള രീതിയിലൊക്കെയാണ് പോയത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ കയ്യിൽ ഈ സാധനങ്ങൾ കണ്ടപ്പോൾ ആളുടെ മുഖം ഒന്ന് കറുത്തു. കാരണം പുള്ളിക്കാരന് വാല്യൂബിൾ ആയിട്ടുള്ള ഒന്നും അതിൽ തോന്നിയിട്ടില്ല. പ്ലാസ്റ്റിക് കണ്ടോടി ഇവിടെ പറഞ്ഞു, ഇതൊന്നും ഇവിടെ ഡംപ് ചെയ്യാൻ പറ്റില്ല, ഇതൊക്കെ തിരിച്ചു കൊണ്ടേക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് എങ്ങനെയാണ് പെരുമാറുക, എൻ്റെ നേരെ ഉൾട്ടയാണ് അയാൾ പെരുമാറുന്നത്. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ടായിരിക്കും പുള്ളിക്കാരൻ ആ ഒരു രീതിയിൽ സംസാരിച്ചത്. അവിടെ ആ ഫ്രസ്ട്രേഷനാണ് നമുക്ക് തന്നത്. അതിനുശേഷം എനിക്ക് ഇനി എന്തിനെങ്കിലും കാര്യത്തിന് അങ്ങോട്ട് പോകണം തോന്നിയാൽ പോലും ഞാൻ പോവില്ല. പോകാനുള്ള സാഹചര്യം ഇല്ല. ഇപ്പൊ രണ്ടാമത് നിങ്ങൾ അതേറ്റ് പോകുമ്പോൾ പുള്ളിക്കാരൻ അത് എന്ത് ചെയ്യാം, നിങ്ങളോട് വളരെ അന്ന് സംസാരിച്ച പോലെ ഞാനതാ പറഞ്ഞു വരുന്നത്. അവിടെ അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടായിരുന്നെങ്കിൽ, ആ പുള്ളിക്കാരൻ എന്നോട് ആദ്യത്തെ പ്രാവശ്യം സംസാരിച്ചത് അവിടുത്തെ കൾച്ചർ കൊണ്ടല്ല, ഈ പ്രൊഡക്റ്റ് കണ്ടിട്ടാണ്, ലാഭം കണ്ടിട്ടാണ് എന്നോട് അത് സംസാരിച്ചത്. അവിടുത്തെ കൾച്ചറല്ല. രണ്ടാമത്തെ സാധനം കണ്ടപ്പോൾ നേരെ ഉൾട്ടയടിച്ചു. അതേസമയം അവിടെ ഒരു കൾച്ചർ ഉണ്ടായിരുന്നെങ്കിൽ വരുന്ന ആളുകളോട് ഇങ്ങനെ പെരുമാറാൻ പാടുള്ളൂ എന്നുള്ള, നമ്മൾ അവിടെ ഒരു സന്തോഷത്തിൻ്റെ ഒരു കൾച്ചർ അവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ്.
എന്ത് കാര്യം കിട്ടിയാലും ആരോട് സംസാരിക്കണമെന്ന് സന്തോഷിച്ച് വേണം നമ്മൾ, അല്ലെങ്കിൽ ഹാപ്പിനെസ്സോട് കൂടി വേണം നമ്മൾ അവരെ മടക്കി വിടാൻ എന്നുള്ളൊരു കൾച്ചർ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടാവണം എന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ ബിസിനസ്സിലാണ്. അതെ, നമ്മുടെ ബിസിനസ്സിൽ ആ ഒരു കൾച്ചർ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ അവിടെ ആരെന്ത് വന്നു കഴിഞ്ഞാൽ അവർ ഹാപ്പിനെസ്സോട്, ഈവൻ ബിസിനസ് നടന്നിട്ടില്ലെങ്കിൽ ഹാപ്പിനെസ്സോട് കൂടെ അറ്റ്ലീസ്റ്റ് അവർ പറയും അടുത്ത പ്രാവശ്യം ഞാനൊരു സാധനം വാങ്ങിക്കുന്നത് നിങ്ങളുടെ അടുത്ത് നിന്നായിരിക്കും.